ഒരു വളരെ പുണ്യമായ ഒരു പാതയിലേക്ക് നീങ്ങുന്നത് 2020 കാലത്താണ് ഞങ്ങൾ തുടങ്ങിയത്. സമാജത്തിൻ്റെ കൂടി സഹായത്തോടുകൂടി TVSRC എന്ന വലിയൊരു പാതയിലേക്ക്. അതുപോലെ ഞങ്ങളുടെ കൂടെ നിന്ന ശ്രീധരീയം ട്രസ്റ്റ്, അതുപോലെ നമ്മുടെ സമാജത്തിലേക്ക് നേതൃത്വം ഈശാനായിട്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ ദീർഘവർഷത്തോടുകൂടിയാണ് TVSRC മുന്നോട്ട് പോകുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന കുട്ടികളെ പഠനം, അതുപോലെ ഉയർന്ന പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്കുള്ള പ്രോത്സാഹനങ്ങൾ, അതുപോലെ സമൂഹത്തിൽ നടത്തുന്ന വിചാരസത്രം പരിപാടികൾ, ഒരുപാട് പരിപാടികൾ ഞങ്ങൾ മുന്നിലിങ്ങനെ ഒരു വർഷത്തോടെ പോവുകയാണ്. അതിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു വമ്പൻ വിജയമായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തിൽ നടന്ന കുട്ടികളുടെ പഠനം എന്നത്. അത് ഇത് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ഇന്ന് ഉച്ചയ്ക്ക് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പ് അറിയാം. നിങ്ങൾ പല പ്രാവശ്യം പത്രമാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധയപ്പെട്ടതായിരിക്കും. ഈ ശ്രീധരീയം എന്ന നേത്ര പരിശോധനാ ടീമിൻ്റെ മികവ്, ആ പരിപാടിയുടെ ഔദ്യോഗികമായ ക്യാമ്പാണിന്ന്. അതിനുവേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളുടെ കാട്ടുമാട ഈശാനേട്ടനാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സാക്ഷ്യം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളോട് സഹകരിക്കുന്ന ഡോക്ടറാണ് മേഡം. മേഡത്തെ ഞങ്ങളുടെ TVSRCക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. റീനൂജ എന്ന മേഡമാണ്. മേഡത്തെ ഞാൻ സാക്ഷ്യം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സമാജത്തിൻ്റെ ഭാരവാഹികൾ, ക്ഷേത്ര ഭാരവാഹികൾ, പൊതുജനങ്ങൾ, ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും സ്നേഹം കൊണ്ടാണ് ഈ ഒരു പരിപാടി പരിപൂർണതയിലേക്ക് എത്തുന്നത്. അല്ലാതെ നടക്കില്ല. അപ്പോൾ അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം അതിനുവേണ്ടി ഈശാനായിട്ട് ക്ഷണിച്ചു. നമുക്കൊരു കണ്ണിലൊരു കരട് പോയാൽ തന്നെ വളരെ വിഷമമാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഉള്ളതാണ് വൈദ്യം. ഇന്ന് എല്ലാവർക്കും നേത്രങ്ങൾ പരിശോധിച്ച് അതിന് വേണ്ടുന്നുള്ള പ്രതിവിധി ഇവിടുന്ന് ചെയ്യാനുള്ളൊരു പദ്ധതിയിൽ നമുക്ക് ഇതോടനുബന്ധിച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് TVSRCക്ക് ഏറ്റവും വലിയൊരു നേട്ടമാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഈ പദ്ധതി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം. TVSRCയുടെ ഒരു പഠന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് അവസാനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേത്ര പരിശോധന ക്യാമ്പ് എല്ലാവർക്കും ദ്വിനേത്രങ്ങളല്ല, ചതുർനേത്രങ്ങൾ വേണമെന്നുള്ള ചായതാണ് എല്ലാവരും ഞാനാണ്. അത് മാറാനുള്ള വഴി വേദത്തിലും ഒക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്രീധരീയം ആയുർവേദ മനയുടെ ഒരു ഭാഗമാണ് ഈ ശ്രീധരീയം ഔഷധശാല. നേത്രത്തിൻ്റെ മാത്രം പ്രത്യേകമായിട്ട് ചെയ്തു വരുന്ന ഈ വൈദ്യ കുടുംബത്തിന് TVSRCയുടെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും നേരെയാണ്. നമ്മുടെയൊക്കെ നേത്രം എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന അവയവങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നേത്രം ഇല്ലെങ്കിൽ. ബാക്കിയുള്ളതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇന്ന് നേത്രം ഇല്ലെങ്കിലും പ്രവർത്തിക്കുന്നവരുണ്ട് ധാരാളം. സ്വന്തം കാര്യങ്ങൾ തന്നെ ആ ഒരു ദിനചര്യയുടെ പേരിൽ ഒരു ക്ഷേത്രത്തിൽ മേശാന്തി, ഞാൻ നിങ്ങളുടേതായിട്ട് തന്ത്രമുള്ള ഒരു ദിക്കിൽ അദ്ദേഹത്തിന് നേതൃത്വത്തിലേക്കുള്ള ഞരമ്പുകൾ ഒക്കെ ബുദ്ധിമുട്ടായിട്ട് ആ ദേവനുമായിട്ടുള്ളൊരു ബന്ധം 10-40 വർഷമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിൽ ശിവേലി അടക്കം അദ്ദേഹം ചെയ്യുന്നു. അപ്പം അദ്ദേഹം വിരമിച്ചു. അത്രയധികം ആ നടപ്പിലും ഒക്കെ ശ്രദ്ധിച്ചും കൊണ്ടുള്ളൊരു വീഴ്ച പോലും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളത്
കണ്ണൂർ ശ്രീധരൻ ബ്രാഞ്ചിൽ നിന്നാണ് വരുന്നത്. ശ്രീധരൻ കൂത്താട്ടുകുളം മെയിൻ ബ്രാഞ്ചിൻ്റെ ഒരു ചെറിയൊരു ശാഖയാണ് കണ്ണൂർ ബ്രാഞ്ച്. ഞങ്ങൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിന് ഞങ്ങളൊരു സന്തോഷമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. പിന്നെ ഈ ഒരു പ്രായത്തിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലും കണ്ണുകൾക്ക് ഇപ്പം വലിയ പല പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നത്തോടെ ഒരു ക്യാമ്പായി നടത്തി അതിന് വേണ്ട പ്രതിനിധികളും അത് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞു വരും. അതിൻ്റെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി പറ്റിയതിന് ഞങ്ങളെ ശ്രീധരത്തിൻ്റെ ഭാഗത്തു നിന്നും സന്തോഷവും നന്ദിയും പറയുന്നു.